ഞാനാണ് അവിടെ ചെറിയൊരു അപകടം പറ്റിയൊരു പാമ്പ് അവിടെ കിടക്കുന്ന കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഈ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ പാമ്പ് പിടിക്കുന്ന പുള്ളിയെന്നാണ് കാണാൻ വേണ്ടി. മാത്തുക്കുട്ടി എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. ഇറങ്ങിയുണ്ട്. അത് ശരി. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അനേകം വിഷപ്പാമ്പുകളെയും പെരുമ്പാമ്പുകളെയും ഒക്കെ കൈകാര്യം ചെയ്ത് വനം വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഒത്തിരി അനുമോദന പത്രങ്ങൾ നേടുകയും അതിൻ്റെ ലൈസൻസോടുകൂടി പ്രവർത്തിച്ച് പാമ്പുകളെ പിടിക്കുന്ന റാന്നി ഉദിമൂട് സ്വദേശി മാത്തുക്കുട്ടിച്ചായൻ. അച്ഛൻ്റെ മൊത്തം പേര് എന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. മാത്യു വി ജോർജ് എന്നാണ് എൻ്റെ പേര്. മാത്തുക്കുട്ടിച്ചായൻ വേങ്ങമുട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പം നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം. പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ ഈ തണുപ്പുള്ള മാസങ്ങളിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയും, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലും ഒക്കെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലാണ് അച്ഛാ ഈ പാമ്പുകളെ കാണുന്നത്. പാമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാം. എത്ര വർഷമായി ഈ മേഖലകളിലേക്ക്? ഞാനിപ്പോൾ ഏതാണ്ട് 22 വർഷത്തോളമായി പാമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഒരുപാട് പാമ്പുകളെ, വിഷപ്പാമ്പുകളെയും വിഷമില്ലാത്തതും പെരുമ്പാമ്പുകൾ അങ്ങനെയുള്ള എല്ലാത്തിനെയും പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പാമ്പുകളുണ്ട്. എനിക്ക് സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതാണ് 13 വർഷത്തിന് മുമ്പ്. പിന്നെ ലൈസൻസ് ഉണ്ട്. വിഷപ്പാമ്പുകളെ പിടിക്കുമ്പോൾ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് സൂക്ഷിക്കണം. ഷോ കൂടുതൽ കാണിക്കാതിരിക്കുക. അതാണ് വിഷപ്പാമ്പിനെ പിടിക്കാൻ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അനുകരിക്കും. സ്റ്റിക്ക് ഉപയോഗിച്ച് പാമ്പുകളെ പിടിക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില പാമ്പുകളെ പിടിക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ അതിനുള്ള മാർഗം ചെയ്യുക. പൈപ്പിടുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ പാമ്പിനെ എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അനുകരിക്കും. കൊച്ചു പാമ്പ് അതിലെ പോകുമ്പോൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ കൈകൊണ്ട് മിക്കവാറും പാമ്പിനെ പിടിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപകടം അതുകൊണ്ട് കുറയും. ഞാൻ ഇത്രയും വർഷമായി പാമ്പിനെ പിടിക്കുന്നു. ദൈവകൃപയാൽ ഇന്ന് വരെ ഒരു കടി ഏക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ട്. എന്നാൽ ചിലർ ഒരു പാമ്പിനെ പിടിക്കുന്നു, അത് കടിക്കുന്നു. ഷോ കാണിക്കാൻ പോകുന്നതുകൊണ്ടാണ് പാമ്പ് കടിക്കുന്നത് എന്നുള്ളതാണ് 100% എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മുടെ ഈ പത്തനംതിട്ട നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് മൂർഖൻ അല്ലെങ്കിൽ രാജവെമ്പാല, അണലിയൊക്കെ ആണല്ലോ. അപ്പോൾ ഈ വിഷപ്പാമ്പുകളെയും മറ്റേ ഈ പെരുമ്പാമ്പുകളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ പെരുമ്പാമ്പിനെ പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റിക്ക് ഉപയോഗിച്ച് പറ്റില്ല. അതിന് വലിപ്പം കൂടുതലാണ്. അതിനെ നമ്മൾ ഒന്നി പൈപ്പിൽ കയറ്റുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പിടിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും എളുപ്പം. സഞ്ചി വെച്ച് കൊടുത്താൽ ചില പാമ്പ് പെരുമ്പാമ്പ് എന്താണെന്ന് വെച്ചാൽ എളുപ്പം പോകാനുള്ളത് നോക്കും. മൂർഖൻ പാമ്പാകുമ്പം നമ്മളൊരു തട്ട മുട്ടിക്കഴിഞ്ഞാൽ അത് തലപൊക്കി നിൽക്കും. അപ്പം നമുക്ക് കാണാൻ പറ്റും. രാജവെമ്പാലി അതുപോലെ തന്നെ. അണലിയാണേലും അത് തന്നെ. പെട്ടെന്ന് പിടിക്കാൻ നോക്കുക. അല്ല ഷോ കാണിക്കാൻ നോക്കിയാൽ അതും നടക്കത്തില്ല. പെട്ടെന്ന് പൈപ്പിനകത്ത് കയറ്റുക. പൈപ്പിനകത്ത് കയറ്റി കഴിഞ്ഞാൽ പാമ്പിനെ നമുക്ക് നമ്മുടെ കൈവശമാക്കാൻ പറ്റും. ഈ തണുപ്പുള്ള മാസങ്ങളിലാണല്ലോ ഇത് ഇണചേരുകയും മുട്ടയിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വെച്ചാൽ ഈ കാണുന്ന പ്രേക്ഷകരോടും അങ്ങനെയുള്ള അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ് മുൻകരുതലുണ്ട്. അതിപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇണ ചേരുന്ന സമയം എന്ന് പറയുന്നത്. അത് ഇപ്പം ഡിസംബർ ആകുമ്പോഴത്തേക്ക് അത് മുട്ടയിട്ട് വിരിയുന്ന സമയം. അത് തണുപ്പ് കാലമാണ് എല്ലാ പാമ്പുകൾക്കും. അത് പറയാൻ കാര്യം, ഇപ്പം 2 പാമ്പ് എന്തായാലും ഇനിയിപ്പം കൂടി അങ്ങനെ നിൽക്കാറില്ല. ഒറ്റയ്ക്കൊരു പാമ്പിനെ കണ്ട് ഇച്ചിരി സൂക്ഷിക്കുക. മൂർഖൻ പാമ്പാണെങ്കിൽ ഇപ്പം അറ്റാക്ക് ചെയ്യുന്ന സമയമാണ്. കൂടുതലായിട്ട് നമ്മുടെ നേരെ ചാടി വരും ഉറപ്പായിട്ട്. ഇടയത്തെ 2-3 അനുഭവം കൊണ്ട് പറയാനാണ്, പാമ്പ് ചാടി വരും, ഉറപ്പാണ്. ഈ ആൾക്കാരൊക്കെ പറഞ്ഞ ഈ ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ. 8 അടി മൂർഖനെ 8 അടി ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചത്തുപോകും, അങ്ങനെയൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ പാമ്പുമായിട്ട്. എൻ്റെ അനുഭവത്തിൽ അത് എന്തൊക്കെയാണ്? അത് ഈ മനുഷ്യർ ഓരോന്ന് പറഞ്ഞൊപ്പിക്കുന്നതല്ലേ ഉള്ളൂ, മറ്റൊന്നുമില്ലല്ലോ. പാമ്പിനെ പറ്റി പാമ്പിന് കണ്ണ് കാണില്ല എന്ന് പറയുന്നു. പക്ഷെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ ഒരു വീഡിയോയിൽ കാണിക്കാം. ചുമ്മാ ഒരു പാമ്പിനെ ഈർക്കിലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ ഈർക്കിന്റെ പോയിന്റ് കുത്തും. അപ്പം കണ്ണ് കാണത്തില്ലെന്നുണ്ടെങ്കിൽ അത് കുത്തുമോ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചുമ്മാ മനുഷ്യൻ ഓരോന്ന് പറയുന്നു. ചിലർ പറയും പണ്ടത്തെ കാലത്ത് പെരുമ്പാമ്പിന്റെ മണ്ടയ്ക്കിരുന്ന സിഗരറ്റ് എറിച്ചിട്ടുള്ളത്, ബീഡി എറിച്ചിട്ടുള്ളത്. ഇത് പെരുമ്പാമ്പാണെങ്കിൽ അത് അന്നേരം പൊക്കോളും അവിടുന്ന്. അത് ചുമ്മാ ഇത് പറയുന്നു, നമ്മളത് അംഗീകരിച്ച് അങ്ങ് പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും പിടിച്ചതുകൊണ്ട്. ഞാൻ ഏതെങ്കിലും 25 വർഷത്തെ ഈ 22 വർഷത്തിനിടയിലെ ഏറ്റവും ദുഷ്കരമായ ഒരു ഓർമ്മയിൽ ഏതൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഒരു മൂർഖൻ പാമ്പാണ് കീക്കുഴൂര് ഏറ്റവും വലുതായി പോയത്. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ച് ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അന്നായിരുന്നു. അന്ന് അവരാരും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ 8 അടി നല്ല 7 അടി നീളവും ഉണ്ടായിരുന്നു. നമ്മുടെ കൈയുടെ വണ്ണത്തിന് മേളിലുണ്ടായിരുന്നു. ഏകദേശം 4.5 കിലോളം തൂക്കമുള്ളൊരു പാമ്പായിരുന്നു. റാന്നി കൊണ്ട് ഞാൻ ഫോറസ്റ്റുകാരെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും വലിയൊരു പാമ്പിനെ ഇതുവരെ നമ്മൾ പിടിച്ചിട്ടില്ല. മൂർഖൻ പാമ്പ് 10 എടുത്തൊരു 5 അടി പൊക്കത്തിന് കിളന്ന് അവിടെ നിന്നു. ഒരു രീതിയിലും താഴെയില്ലായിരുന്നു. പിന്നെ ഷീറ്റ് തിരിച്ച് ഞാൻ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് 10-50 മനുഷ്യരോളം അവിടെ കൂടി നിന്നതാ. പക്ഷെങ്കിൽ അന്നേരം അത് ഒരു രക്ഷയുമില്ലാതെ ഇത് ചെയ്തു. അങ്ങനെയാണ് ഒരു പരിപാടി. അത് പറ്റിപ്പോയത്, അതേ ഉള്ളൂ. പിന്നെ
ഈയിടെ മല്ലിശ്ശേരിയിൽ നിന്ന് എനിക്കൊരു അപകടം പറ്റിയേനെയും ദൈവകൃപയാൽ ഞാൻ വണ്ടിയും കൊണ്ട് പോയ വഴിയിൽ നിന്ന് ഒരു പാമ്പ്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, വണ്ടി ഓട്ടോ ഓടിച്ച് അങ്ങോട്ട് പോയി, അതിലെ തിരിച്ചും വന്നു ആ റോഡിൽ കൂടി തന്നെ. അത് കഴിഞ്ഞ് അവിടോട്ട് ഇറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി, റബ്ബറിൻ്റെ ചൂട്ടിന് ചാടി വന്നു, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല, അത് കല്ലുകെട്ടിനകത്ത് കയറിപ്പോയി. അതാണ് 2 പാമ്പ് ഈ അടുത്ത സമയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം മൂർഖൻ പാമ്പിനെ നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. ഏതൊക്കെ ഈ പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ എല്ലാം ഞാൻ പോയി കാട്ടൂർ നിർബന്ധരെ പിടിച്ചാണെങ്കിൽ അടുക്കളയ്ക്കകത്ത് വന്നു. അവർ വിളക്ക് കത്തിക്കാൻ അങ്ങോട്ട് 6:30 പോയപ്പോഴാണ് അടുക്കളയ്ക്കകത്ത് കിടക്കുന്നു. അത് അടുക്കളയുടെ പാതകത്തിനിടയിൽ ഓടി ചെന്ന് കയറി, പിന്നെ തറ ഞങ്ങൾ പൊട്ടിച്ചെടുത്ത് പാമ്പിനെ പിടിക്കേണ്ടി വന്നു. അത് വലിയതല്ല, 2.5 അടി നീളമേ ഉള്ളൂ. ചെറിയ പാമ്പാണ്, പക്ഷേ മൂർഖൻ പാമ്പ് തന്നെയായിരുന്നു അതും. ഓക്കെ. അപ്പൊ ഈ വനം വകുപ്പ് ചില ഈ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുമല്ലോ, ചായതാ ഈ കരയിൽ ഇങ്ങനെ കൂട്ടിയിടല്, വിറക് ഇങ്ങനെ കൂട്ടിയിടല്, പിന്നെന്താ ഈ തണുപ്പുള്ള ഇതൊന്നും കൂട്ടിയിടല്, ചുറ്റുമുള്ള അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഈ പാമ്പ് വരാതെ? പാമ്പ് വരാതെ ഒന്നുമില്ല, എല്ലായിടത്തും പാമ്പ് വരും. പാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് വരും. പിന്നെ നമ്മുടെ വീടിന്റെ സൈഡിൽ കുറച്ച് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. വേസ്റ്റ് ഇപ്പം മീനും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ കൂടുതൽ കിടക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും നല്ലത് ഇപ്പം വേറെ നമ്മുടെ വീടിന്റെ സ്ഥലത്ത് ഇപ്പം അത് പറഞ്ഞാൽ എല്ലാം ടൈലിട്ടേക്കുന്ന വീട്ടിലാണ് കൂടുതലും പാമ്പിനെ കാണുന്നത്. ടൈൽസ് ഇട്ടേക്കുന്ന വീടുകളിൽ പാമ്പ് കാണുന്നു. അപ്പം വൃത്തിയില്ല, നല്ല കരിയില കിടന്നിട്ടുമല്ല. ഇത് ഇര പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവിടുന്ന് കാല് തിന്നുമ്പോൾ തറയെ വീഴുന്നു, പെരക്കകത്ത് കയറുന്നു, പെരക്കകത്ത് കയറിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ 22 വർഷത്തെ ഇതിനിടയിലെ സംസ്ഥാന സർക്കാരിന്റെ എന്തൊക്കെ അവാർഡുകളൊക്കെ? എനിക്ക് 10,000 രൂപ അവാർഡാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ ലൈസൻസ് സർക്കാർ തന്നിട്ടുണ്ട്. അങ്ങനെ അതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും സർക്കാർ തരുന്നില്ല. സ്റ്റിക്ക് തന്നു, സ്റ്റിക്ക് തരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും നമുക്ക് ഇതായിട്ട് തരുന്നില്ല. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനെ എങ്ങനെയാണ് ഇത് ആൾക്കാർ ബന്ധപ്പെടുന്നത്? അച്ഛനെ ഇപ്പം പത്തനംതിട്ടയിൽ എന്നെ അറിയാൻ വയ്യാത്തവരാരും ചുരുക്കമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു മാത്തുക്കുട്ടിച്ചനുണ്ട്. അതുകൊണ്ട് ആർക്കും പേടിക്കാതിരിക്കുന്നുണ്ട്. നമ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. അതെല്ലാം ഏത് സമയത്ത് നമ്മളെ വിളിച്ചാലും നമ്മൾ ഓടി ചെല്ലുന്നുണ്ട്. ഓക്കെ. ഈ പിടിക്കുന്ന പാമ്പുകളൊക്കെ എങ്ങനെയാ വെച്ചാൽ അത് വനം വകുപ്പിനെ അറിയിച്ചിട്ട് എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ? ഉടനെ തന്നെ നമ്മൾ വനം വകുപ്പിനെ അറിയിക്കും. പിടിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അറിയിക്കും. അവർ പിടിച്ചു കഴിയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിനകം വന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് പോകും. ചില ദിവസം 1 ദിവസം കഴിയും. അവർക്ക് അത്യാവശ്യം ഇപ്പം ആനയുടെയും കടുവയുടെയും പ്രശ്നമായതുകൊണ്ട് അവർ ആ റൂട്ടിൽ പോകുന്നത് കൊണ്ട് ശകലം താമസം വരുന്നുണ്ട്. ഇല്ലെങ്കിൽ 1-ാം ദിവസം തന്നെ അന്നേരം തന്നെ ചിലപ്പോൾ ഞാൻ കീക്കുഴിന്ന് പിടിച്ചല്ല റാനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ കീക്കുഴി വരുന്നേക്കുമ്പോൾ അവർ വന്ന് വാങ്ങും. ഇല്ലേ ഞാൻ ഓഫീസിലോട്ട് കൊടുത്തിട്ടേക്ക് പോരും. ഇതിന്റെ ഈ ഇത് കാണുന്നവർക്കൊക്കെ ഇതിന്റെ പരിശീലനമൊക്കെ എങ്ങനെയാ വെച്ചാൽ വനം വകുപ്പ് എങ്ങനെയാ തരുന്നത്? ഇത് വനം വകുപ്പ് നേരത്തെ ഞങ്ങൾ തന്നെ വനം വകുപ്പ് എല്ലാവർക്കും കൂടി ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം വനം വകുപ്പ് കൊടുക്കുന്നുണ്ട്. വനം വകുപ്പ് നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ 3 വർഷം കൂടുമ്പോൾ. ഇപ്പൊ ആൾക്കാർ കൂടുതലുണ്ടല്ലോ, 10-55 പേരോളം പത്തനംതിട്ട ജില്ലയിൽ പാമ്പിനെ പിടിക്കുന്നവരുണ്ട്. അതാ ലൈസൻസിന് വേണ്ടിയുള്ളവർ, ലൈസൻസ് ആവശ്യപ്പെട്ട് നിൽക്കുന്നവർ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളപ്പം പിന്നെ വേറെ നമുക്ക് ഇപ്പോൾ ഏരിയ വലിയ വ്യത്യാസം വരുന്നില്ല. നേരത്തെ ഇവിടുന്ന് പത്തനംതിട്ടയിലും കോന്നിയിലും അടൂരും എല്ലാം പോയി പിടിക്കണമായിരുന്നു. ഇപ്പം നമുക്ക് പത്തനംതിട്ട ഏരിയ കീക്കുഴൂര് അല്ലെങ്കിൽ മേക്കുഴൂര് കടവന്ത വളശ്ശേരിക്കര ഇങ്ങനെയുള്ള ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാം, ഇത്രയും പേര് ഉള്ളത് കൊണ്ട്. പിന്നെ ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനൊക്കെ അവയർനെസ് ക്ലാസ്സിനൊക്കെ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ടോ? നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന കുഞ്ഞുങ്ങൾക്കാണ്. അവർ യൂട്യൂബിൽ നോക്കി കംപ്ലീറ്റും പഠിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഒഴിവാക്കണം. എന്നാന്ന് വെച്ചാൽ യൂട്യൂബിലിടുന്നത് ഒരുപാട് കള്ളത്തരങ്ങൾ ഇടുന്നുണ്ട്. പാമ്പിന് കണ്ണ് കാണില്ല, അല്ലെ ചെവി കേൾക്കില്ല എന്നുള്ള ഇത് പറയും. പാല് കുടിക്കുന്നൊക്കെ അതാ പറഞ്ഞ ഇത് പറയുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ഓർക്കും അത് സത്യമാണെന്ന് ഓർത്ത് അതിന് പാല് കൊടുക്കാൻ പോകും. പാല് കൊടുക്കാൻ പോയി അത് കൊത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിടിക്കുന്ന പാമ്പ് തന്നെ നമ്മളെ സ്നേഹിക്കും എന്ന് പറഞ്ഞല്ലല്ലോ പിടിക്കുന്നത്. അതിനാണ് പെട്ടെന്ന് ഒന്നിൽ കവറിനകത്തല്ലേ താക്കണമെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇനി ഏറ്റവും അവസാനം ഫാമിലി കൂടെ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങള്. മൂത്തമോൻ പൂനായിലാണ്, കൊച്ചവൻ പത്തനംതിട്ട ഫോഴ്സ് ജോലി ചെയ്യുന്നു. ശരിയാ. ബാക്കി വീട്ടിലെല്ലാവർക്കും ഇതിനോടൊക്കെ താല്പര്യം എങ്ങനെ? ഇല്ല, താല്പര്യം കുറവുണ്ട്. എന്നാലും ആരും അങ്ങനെ വലിയ പറയുന്നില്ല. പിന്നെ നമ്മുടെ അറിയില്ല, ആദ്യം കൂടുതൽ ചെറിയ ഇത് പെരുമ്പാമ്പിനെയാണ് പിടിക്കുന്നത്. മനുഷ്യർക്ക് ശല്യമുള്ളതാണല്ലോ പെരുമ്പാമ്പ്. പിന്നെ അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം വല്ല അപകടം പറ്റി റോഡിൽ കിടക്കുക അല്ലെങ്കിൽ വീട് പെരക്കകത്ത് കയറുന്ന വിഷപ്പാമ്പുകളെയും നമ്മൾ പോയി പിടിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ കൂടുതൽ ഷോ കാണിക്കാനല്ല. ഓക്കെ. അപ്പം മാത്തുക്കുട്ടിച്ചാന് പറഞ്ഞതുപോലെ പാമ്പ് പിടുത്തം യഥാർത്ഥ സർക്കാരിൽ നിന്ന്, അതായത് അംഗീകൃത സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട വനം വകുപ്പിൽ നിന്നും പരിശീലനം ലഭിച്ചവരെ മാത്രമേ നിങ്ങൾ പാമ്പോ അതുപോലുള്ള ഇഴജന്തുക്കളെ കാണുമ്പോൾ മാത്രം വിളിക്കുക. അല്ലാതെ മറ്റ് യൂട്യൂബിൽ നിന്നുള്ള അനുകരണങ്ങളിൽ നിന്നും കണ്ട് പരിശീലനം സിദ്ധിച്ചവർ അത് അപകടം പതിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പ്
കൂടിയാണ്. തണുപ്പുള്ള ഈ കാലങ്ങളിൽ റോഡിൽ കൂടിയോ അല്ലെങ്കിൽ കണ്ടത്തിലോ പാടത്തോടോ അല്ല വനത്തിൽ കൂടിയുള്ള യാത്രയെല്ലാം അതീവ ജാഗ്രതയായിരിക്കണം. ഇപ്പോൾ അത് മുട്ടയിട്ട് അത് മറ്റ് അതിനെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ആ സമയമായതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും കൂടി മാത്തിക്കുട്ടിച്ചാൻ അറിയിക്കുന്നു. റാന്നിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.